കർക്കിടക മാസത്തിൽ ഇലക്കറികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കർക്കിടക മാസം പൊതുവെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഒരു വർഷം ആയിട്ട് ഉണ്ടാക്കി വെച്ച വിഷാംശങ്ങളെ മുഴുവൻ നീക്കി ആരോഗ്യത്തിന് വേണ്ടിയും രാമായണ പാരായണത്തിന് വേണ്ടിയും മനസ്സും ശരീരവും ശുദ്ധവുമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക മാസം തിരഞ്ഞെടുക്കുക. ഇലക്കറികളുടെ പ്രാധാന്യം പറയുമ്പോൾ ചേമ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചേമ്പിൻ തണ്ട് അല്ലെങ്കിൽ ചേമ്പിൻ താള് നമ്മൾ കറിയായിട്ട് ഉപയോഗിച്ചാൽ വളരെ ആരോഗ്യപ്രദമാണ്. സാധാരണയായി നമ്മൾ നാടൻ ചേമ്പ്, ചെറുചേമ്പ് അങ്ങനെയുള്ളവയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. കർക്കിടക മാസത്തിൽ കാട്ടുചേമ്പ് ഉപയോഗിക്കാമെന്ന് പറയുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ അപ്പോൾ അതിന് ചൊറിച്ചിൽ വളരെ കുറവായിരിക്കും. ജലാംശം കൂടുതലുള്ള പ്രദേശങ്ങളിൽ വളരുന്ന കാട്ടുചേമ്പ് ഉപയോഗിച്ചാൽ ചൊറിച്ചിൽ വളരെ കുറവുണ്ടാകും. പിന്നീട് ചൊറിച്ചിൽ കളയാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം കുടംപുളി, വാളംപുളി, ഇരുമ്പംപുളി എന്നിവയുടെ ഏതെങ്കിലും ചേർത്ത് കറി ഉണ്ടാക്കിയാൽ ചൊറിച്ചിൽ വളരെ കുറവായിരിക്കും. ചേമ്പിൻ താളിൻ്റെ ഗുണങ്ങൾ വളരെയധികമാണ്. ഹാർട്ട് ഡിസീസ് ഇല്ലാണ്ടാക്കാൻ, നെർവ്സ് പ്രോബ്ലത്തിന്, ബ്ലഡ് ഷുഗറിന്, BP-ക്ക് എല്ലാത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ചേമ്പിൻ താളുകൾ. സാധാരണയായി നമ്മൾ കർക്കിടക മാസത്തിൽ പത്തിലക്കറികൾ വയ്ക്കാറുണ്ട്. അതിലൊന്നാണ് ചേമ്പ്. നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിലും തൊടിയിലും നട്ടുവളർത്തുന്ന നാടൻ ചേമ്പുകളിൽ പെട്ടതാണ് കണ്ടിച്ചേമ്പും ചെറുചേമ്പും. ഇത് കാട്ടുചേമ്പാണ്. പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല കേട്ടോ. ഏത് പറമ്പിൽ നോക്കിയാലും നമുക്ക് കാണാം ഇഷ്ടം പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇത് കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ചേമ്പിൻ തണ്ട് നമ്മൾ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ്, എളുപ്പമാണ് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ, വളരെ എളുപ്പമാണ്. അതിൻ്റെ സൈഡിൽ പിടിച്ചൊന്ന് കത്തി കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തൊലി തനിയെ പൊളിഞ്ഞു പോരും. തൊലി കളഞ്ഞ് നല്ലവണ്ണം ചെറുതായി നുറുക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. നമുക്ക് താളുകറി വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തുവരപ്പരിപ്പ്, ചെറുപരിപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് പരിപ്പായാലും അത് ഉപയോഗിക്കാം. വാളൻപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ഒരു മുറി തേങ്ങ ചിരകി, 2-3 ചെറിയ ഉള്ളി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ആദ്യം പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കൂടെ താള് നുറുക്കിയത് ചേർത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ച് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിലേക്ക് പുളി പിഴിഞ്ഞത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ, നന്നായി തിളയ്ക്കുക, എന്നാലേ ആ പുളിയുടെ ഒരു ഇത് മാറിക്കിട്ടുള്ളൂ. തിളച്ച് വരുമ്പോൾ തേങ്ങ, ജീരകവും ഉള്ളിയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ, നന്നായി തിളച്ച് വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ. നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വറ്റൽമുളകും കടുകും പൊട്ടിച്ച് അതിൽ വേപ്പിലയിട്ട് താളുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. നല്ല സ്വാദേറിയ, അധികം ചിലവൊന്നുമില്ലാതെ തയ്യാറാക്കാവുന്ന ഒരു താളുകറി ആണത്. നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. കൊങ്കണി സമുദായത്തിൽപ്പെട്ടവരാണ് ചേമ്പില താള് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. ചേമ്പിൻ താൾ ഉപയോഗിച്ച് ഒഴിച്ചുകൂട്ടാൻ, തോരൻ, കൊണ്ടാട്ടം കൂടാതെ ചേമ്പിലപ്പം, പത്രോവട എന്നിങ്ങനെയുള്ള പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട്. അവയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്.